എത്ര നാളുകൾക്ക് ശേഷമാണെന്ന് പറയുമ്പോൾ അപ്പം ദേ കുറച്ച് മീൻ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ചാളയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു 5-6 കുഞ്ഞു കൂന്തലുണ്ട്. അതുകൂടാതെ 2 തോവാരയുമുണ്ട്. അപ്പോൾ അത് ഞാൻ തിരിഞ്ഞതേ വേറൊരു ചട്ടിക്കകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ചാള കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തേക്കും കൂടി ആവും. അപ്പോൾ ഞാൻ ദേ കയ്യോടെ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മുട്ടച്ചാളയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മുട്ടയും പനഞ്ഞിലൊക്കെ ദേ വേറെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളത്തേക്കുള്ളത് ഞാൻ ദേ ഒരു 5-8 എണ്ണം എടുത്തിട്ട് ഒരു ബോക്സിനകത്തോട്ടാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഇപ്പം കറി വയ്ക്കാനുള്ളത് ഞാൻ ദേ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വറുക്കാനുള്ളത് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടയ്ക്കും പിന്നെ അതുപോലെ തന്നെ ചാള വറുക്കാനും വെവ്വേറെ മസാല പുരട്ടാട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴച്ചിട്ടുണ്ടെങ്കിലേ മസാല പിടിക്കാത്ത പോലെ തോന്നും. അതുകൊണ്ടിട്ട് ദേ വറുക്കാനുള്ളതിലോട്ട് മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ചാള ഞാൻ 2 കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടതേ പെട്ടെന്ന് തന്നെ ഉപ്പും പുളിയും പിടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. നമുക്ക് നല്ല ചൂടാടെ കൂടി തിളപ്പിച്ച് കൂട്ടാനുള്ളതാണേ. അങ്ങനെ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ചാളക്കകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് നാളത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ആളുടെ ചോറ് കിട്ടാനും കൂടി ആവുമല്ലോ. അപ്പോൾ അതൊരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. പിന്നെ ഒരു 5-6 കൂന്തലുള്ളത് ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നാളെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ മൊരിച്ചിങ്ങ് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും ഒരു ബോക്സിനകത്തോട്ടാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിലോട്ട് വയ്ക്കാം. അപ്പം നമുക്ക് നാളത്തേക്കുള്ള കറികളൊക്കെ അതേ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതേ ചാള തിളപ്പിക്കലും വറക്കലും ഒക്കെ ഒരുമിച്ചാക്കാം കേട്ടോ. അപ്പോൾ 2 ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഒരേ സമയം ആയി കിട്ടുമല്ലോ. അങ്ങനെ മൺചട്ടിക്ക് അതോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് വഴറ്റാനിട്ടിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വഴണ്ട് കിട്ടുന്ന നേരം കൊണ്ട് ഇപ്പുറത്തെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ മീനും വറക്കാനിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിയെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിള വരുമ്പോൾ മീനിട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് വിനാഗിരിയിലാണ് ചാള തിളപ്പിച്ചെടുക്കണത്. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ടേ. വറുക്കാനിട്ട മീൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീനും എല്ലാം വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചട്ടി തന്നെ നമ്മുടെ ആ മുട്ടയും പനഞ്ഞിലൊക്കെ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചില്ലേ, അതും കൂടെ വറുക്കാനിടാം. അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ വറുക്കുമ്പോൾ ഞാൻ വേപ്പില ഇട്ട് കൊടുക്കാത്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിലയ്ക്ക് ഞാൻ കുറച്ച് പിശുക്കാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കറി വയ്ക്കുമ്പോൾ ധാരാളം വേപ്പില വേണം. അപ്പോൾ ഇതേപോലെ വറുക്കാനൊക്കെ ഇട്ട് വേപ്പില വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ മുട്ടയും പനഞ്ഞിലൊക്കെ വറുക്കുമ്പോഴത്തേക്ക് അതിന് ഇച്ചിരി വേപ്പിലയുടെ ടേസ്റ്റ് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു അല്പം ഇട്ട് കൊടുത്തതാണേ. അപ്പോൾ അതേ നാളത്തേക്ക് ചോറ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പച്ചക്കറി വേണമല്ലോ. അപ്പോൾ ഞാൻ കോവയ്ക്ക കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് മുട്ട എല്ലാം വറുത്തത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്കിനി കഞ്ഞി ഒന്ന് തിളപ്പിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടാണ്ട കഞ്ഞി ഇതേപോലെ തലേ ദിവസം തിളപ്പിച്ച് ഇറക്കി വെക്കാൻ വേണ്ടി പോകണത്. ഞാൻ എപ്പോഴും വെളുപ്പിന് എഴുന്നേറ്റിട്ടാണ് ചെയ്യണത്. അപ്പോൾ കുറേ പേര് പറഞ്ഞാൽ ചേച്ചി തലേ ദിവസം ചെയ്ത് വെക്ക്, അപ്പോൾ കുറച്ച് പണി ഒഴിഞ്ഞ് കിട്ടൂലേന്ന്. അപ്പോൾ കഞ്ഞി തിളക്കുന്ന നേരം കൊണ്ട് ഞാൻ ആ കോവയ്ക്കെല്ലാം മരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് കുറച്ച് ഉള്ളിയും സവോളയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ അത്രയും പണി കുറഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ 2 ആ കണ്ടെയ്നറിലാക്കി നമുക്കത് മൂടി വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ നാളത്തേക്കുള്ളതെല്ലാം ഇന്നേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര